ലൈഫിൽ ചേഞ്ചസ് വേണം, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു പുതുമ വേണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ഒരു 7 days ചാലഞ്ച് നീ ചെയ്തു നോക്കുക. തീർച്ചയായും അതിനുശേഷം നിൻ്റെ ലൈഫ് അതൊരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും ലൈഫിൽ പല മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഒന്നുകിൽ സമാധാനമായിട്ടുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ ആത്മവിശ്വാസം, അതുമല്ലെങ്കിൽ ഹൃദയത്തിലെ ഭാരം കുറയണമെന്ന ആഗ്രഹം. പക്ഷേ അതിൻ്റെ കഴിവ് തുറക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മഹത്തായ അവസരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു മഹത്തായ അവസരമാണ് ഫജ്ർ. തീർച്ചയായും നീ ആ ഒരു ഫജ്ർ നമസ്കാരം അതിൽ നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിൻ്റെ ലൈഫ് തന്നെ മാറും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 7 days ഫജ്ർ ചലഞ്ചിനെ കുറിച്ചാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ആരൊരാൾ ഫജ്ർ നമസ്കാരം ചെയ്യുന്നുവോ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് അത് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 7 ദിവസങ്ങൾ, അത് നിൻ്റെ ഫജ്ർ നഷ്ടപ്പെടാതെയുള്ള ദിവസങ്ങളായിരിക്കട്ടെ. തീർച്ചയായും നീ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ആത്മാവ് തന്നെ നിന്നോട് നന്ദി പറയും. Day 1, ഉറക്കൽ നിന്ന് വിജയിക്കുക. ചിലപ്പോൾ നിൻ്റെ ആദ്യ ദിവസം അത് നിനക്ക് ഏറ്റവും പ്രയാസമുള്ളതായിരിക്കാം. നിൻ്റെ അലാറം റിങ് ചെയ്യും, നിൻ്റെ മനസ്സ് പറയും പറ്റില്ല എന്ന്. പക്ഷേ നീ അവിടെ നിന്ന് വിജയിച്ച് ഉണരുകയാണെങ്കിൽ നിൻ്റെ ഹൃദയം പറയും ഇത് എൻ്റെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമാണെന്ന്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് അലാറം ഒരു 15 മിനിറ്റ് മുൻപ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് നാളെ ഫജ്ർ നമസ്കാരം ചെയ്യണമെന്ന ഉദ്ദേശം മനസ്സിൽ ഉറപ്പിക്കുക. Day 2, ആത്മാവിൻ്റെ ഉണർച്ച. 2-ാം ദിവസവും ശരീരം വീണ്ടും മടി കാണിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയം കരുത്തോടെ ഉയരും. ഫജ്റിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുക. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഖുർആനിനോട് സ്പെൻഡ് ചെയ്യുക. അതിൻ്റെ ആ ഒരു പ്രകാശം നിൻ്റെ ആ ഒരു ദിവസത്തെ തന്നെ മാറ്റും. Day 3, സമാധാനത്തിൻ്റെ രുചി. ഇനി നീ തിരിച്ചറിയും ഫജ്ർ വെറും പ്രാർത്ഥനയല്ല, അത് ആത്മാവിൻ്റെ ശാന്തതയാണ് എന്ന്. ഈ സമയത്ത് ലോകം മുഴുവൻ നിശബ്ദമായിരിക്കും. അവിടെ നീയും നിൻ്റെ റബ്ബും മാത്രമായിരിക്കും ഉണ്ടാവുക. ആ ഒരു നിമിഷം നീ പറയുന്ന അല്ലാഹു അക്ബർ, അതിൽ തന്നെ നിൻ്റെ ലൈഫിൻ്റെ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ വിജയമുണ്ട്. Day 4, അനുഗ്രഹങ്ങളുടെ വാതിൽ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു എൻ്റെ ഉമ്മത്തിന് പുലർച്ചെ സമയത്ത് അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന്. ഈ ഒരു ദിവസം നിൻ്റെ ജോലി, പഠനം, തീരുമാനങ്ങൾ എല്ലാം അനുഗ്രഹത്തോടെ മുന്നോട്ടു പോകും. ഫജ്റിനു ശേഷം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബറക്കത്ത് ഉണ്ടാകും. Day 5, ഹൃദയത്തിലെ മാറ്റം. ഈ ഒരു ദിവസം മുതൽ നിനക്ക് നിൻ്റെ കോപം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. നിനക്ക് ക്ഷമ വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ഫജ്ർ നമസ്കാരം എന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഫജ്റും ഇശായും നമസ്കരിക്കുന്നവർ കപടന്മാരിൽ നിന്ന് അകലെയാണ് എന്ന്. Day 6, ഉറച്ച തീരുമാനം. ഈ ഒരു ദിവസം അവസാനിക്കുന്നതിനോടൊപ്പം നീ മനസ്സിലാക്കും, ഇത് ഇനി എൻ്റെ ഒരു ചലഞ്ചല്ല, ഇത് എൻ്റെ ഡെയിലി റുട്ടീനായിരിക്കുമെന്ന്. ഈ ഒരു നിമിഷം നീ സ്വയം ചോദിച്ചു തുടങ്ങും, ഇനി ഞാനിത് ഒഴിവാക്കുമോ എന്ന്. അപ്പോൾ നീ മനസ്സിൽ പറയുക, ഇനി എൻ്റെ ലൈഫിൽ ഫജ്ർ നമസ്കാരം എന്നത് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല എന്ന്. Day 7, ജീവിതത്തിലെ മാറ്റങ്ങൾ. 7-ാം ദിവസം നീ പിന്നോട്ട് നോക്കും. ആ ഒരു പഴയ ഉണർവില്ലാത്ത, ഉന്മേഷമില്ലാത്ത ആ ഒരു ദിവസങ്ങളിലേക്ക് ഞാനിനി പോകില്ല എന്ന് നീ മനസ്സിൽ ഡിസൈഡ് ചെയ്യും. നീ കൂടുതൽ സമാധാനവും കൂടുതൽ ആത്മവിശ്വാസവും ഉള്ളവനാകും. അള്ളാഹുവോട് കൂടുതൽ അടുത്തവനാകും. ഈ ഒരു ശീലം, അല്ലെങ്കിൽ ഈ ഒരു റുട്ടീൻ, ഇത് നിൻ്റെ ലൈഫിൽ ഉടനീളെ നീ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു 7 ദിവസങ്ങൾ അത് അവസാനിച്ചാലും നിൻ്റെ ഈ ഒരു യാത്ര നീ കണ്ടിന്യൂ ചെയ്യുക. അത് വെറുമൊരു ചലഞ്ചായി നീ കാണരുത്. അത് നിൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് നീ കണ്ടിന്യൂ ചെയ്യുക. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫജ്ർ നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നവർ
അവർക്ക് നരകാഗ്നി ഹറാമാണ് എന്ന്. അതുകൊണ്ട് നീ പറയുക, യാ അല്ലാ, ഗിവ് മീ ദ സ്ട്രെങ്ത് ടു നെവർ മിസ് ഫജ്ർ എഗെയിൻ. അള്ളാഹുവേ, ഫജ്ർ നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് നീ ശക്തി നൽകണമേ എന്ന്. ഫജ്ർ നമസ്കാരം എന്നത് നിന്റെ ലൈഫിലെ എല്ലാ അടഞ്ഞുപോയ വാതിലുകളും തുറക്കും. അവിടെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ വാതിലുകൾ നിനക്ക് മുന്നിൽ അള്ളാഹു തുറന്നു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.